പറഞ്ഞു പോകുമത്രേ, അള്ളാഹുവേ എന്റെ ദുആ ഒന്നും നീ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. നമ്മൾ ചോദിക്കുന്ന ചില കാര്യങ്ങള് നമുക്കത് നല്ലതാന്ന് തോന്നും, പടച്ചോനെ അറിയാം നമുക്ക് ഏതാണ് ഹൈറ്. നമ്മൾ ചോദിക്കുന്നത് അതേപോലെ ചിലപ്പോൾ പടച്ചോൻ തന്നോളന്നില്ല. അപ്പൊ നമ്മള് ഇങ്ങനെ ഇറച്ചി മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മളെ വീട്ടിൽ ഒരു ചെറിയ കുട്ടി വന്നിട്ട് ആ കത്തി ചോദിച്ച് കരഞ്ഞാൽ നമ്മൾ കൊടുക്കുമോ? ആ കുട്ടിനോട് സ്നേഹമുള്ള ബാപ്പയാണെങ്കിൽ ഉമ്മയാണെങ്കിൽ ആ കത്തി കൊടുക്കൂല. ആ കുട്ടി അവിടെ നിലത്ത് ഉരുണ്ട് വാശി പിടിച്ച് കരഞ്ഞാൽ കൊടുക്കൂല. വാശി പിടിച്ച് കരഞ്ഞാലും കൊടുക്കൂല. ചെറിയ കുട്ടികൾ കരഞ്ഞ് വാശി പിടിച്ച് മൊബൈൽ ചോദിച്ചാലും സ്നേഹമുള്ള ഉമ്മീപ്പി എന്താവൂല, കൊടുക്കൂല. മറിച്ച് എന്തെങ്കിലും മുട്ടായോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യും, കൊടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. ഇതേപോലെയാണ് ഈ ഉപ്പക്കും ഈ ഉമ്മക്കും മകനോടുള്ള കരുണയേക്കാൾ ഉന്നതമാണ് അള്ളാഹുവിന്റെ കരുണ എന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചല്ലേ. നമുക്ക് എന്താ വേണ്ടത് എന്ന് പടച്ചോന് നന്നായിട്ട് അറിയും, നമുക്കെന്താ തരേണ്ടത് എന്ന് പടച്ചോൻ അറിയും. അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന ഹദീസിലുണ്ട്, മാ മിൻ മുസ്ലിമിൻ യദ്ഉ ബിദഅവത്തിൻ ലൈസ ഫിഹാ ഇസ്മുൻ വലാ ഖതീഅതു റഹിമിൻ ഇല്ലാ അതാ അല്ലാഹു ബിഹാ ഇഹ്ദസ് സലാസ്. കുടുംബം മുറിക്കുക, മറ്റുള്ളവന്റെ ഹക്ക് ബാത്തിലാക്കുക, ഹറാമായ കാര്യങ്ങൾ, ഇതല്ലാത്ത കാര്യങ്ങൾ ഒരാൾ ആത്മാർത്ഥമായി റബ്ബിനോട് ചോദിച്ചാൽ അതിന് മൂന്നാലൊരു നിലക്ക് അള്ളാഹു ഉത്തരം നൽകിയിരിക്കും. മൂന്നാലൊരു നിലക്കാണ് ഉത്തരം നൽകുക. അത് നമ്മൾ പഠിക്കേണ്ടതാ. നമ്മൾ ദുആ ചെയ്തിട്ട് എന്താ ഉത്തരം കിട്ടാത്തത് എന്ന് ബേജാറായി നിൽക്കേണ്ട ആവശ്യമില്ല. മൂന്നാലൊരു നിലക്ക് നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. എന്താണ് ഒന്നാമത്തത്? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കാണ്, ഇമ്മാ അൻ തുഅജ്ജല ലഹു ദഅവതഹു. ഓൻ എന്താണോ ദുആയിരുന്നത് അത് അള്ളാഹു അതേപോലെ കൊടുക്കും. എന്താവശ്യം പറഞ്ഞാണ്ട് ആ ദുആ ചെയ്തത് അത് തന്നെ കൊടുക്കും. ഇതാണ് ഒന്നാമത്തെ രൂപം. രണ്ടാമത്തെ രൂപം അത് ഓൻക്ക് ആഖിറത്തിലേക്ക് വേണ്ടി അള്ളാഹു മാറ്റിവെക്കും. അവൻ ചോദിച്ച കാര്യം അതിന്റെ പ്രതിഫലമായിട്ട് അള്ളാഹു ആഖിറത്തിലാ കൊടുക്കും. ഇവിടുന്ന് അവൻക്കത് കിട്ടിയിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല, അവനിക്കതുകൊണ്ട് ഖൈറുണ്ടാവില്ല. അതുകൊണ്ട് അള്ളാഹു അത് ആഖിറത്തിലേക്ക് മാറ്റിവെക്കും. പരലോകത്ത് വെച്ച് ഇതിന്റെ പ്രതിഫലം ലഭിക്കുമ്പോ അവര് പറഞ്ഞു പോകുമത്രേ, അള്ളാഹുവേ എന്റെ ദുആ ഒന്നും നീ സ്വീകരിച്ചില്ലായിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നു. ആ ദുആഇന്റെ പ്രതിഫലം അവിടുന്ന് കിട്ടുന്ന സമയത്ത് അവൻ ആഗ്രഹിച്ചു പോകും, അവിടുന്ന് ദുആഇന് ഒന്നിനും ഉത്തരം കിട്ടിയില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ആ നിലക്കുള്ള പ്രതിഫലം ആഖിറത്ത് നിന്ന് ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൂന്നാമത്തെ രൂപം അവനിക്കുള്ള എന്തെങ്കിലും ഒരു അപകടം അള്ളാഹു തടഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഓനക്ക് അള്ളാഹു നൽകാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു രോഗം ഈ ദുആ കാരണം അള്ളാഹു തടുത്തു വെച്ചിട്ടുണ്ടാവും. ഒരു അപകടത്തിൽ നിന്ന് അള്ളാഹു അവനെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടാവും. നമ്മൾ പറയും ചിലപ്പോ കഴിച്ചിലായി പോയ, ഭാഗ്യം കൊണ്ട് കഴിച്ചിലായി. നമ്മൾ എന്തെങ്കിലും ദുആയിരുന്ന ഒരു ദുആഇന്റെ ഫലമായിരിക്കും അത്, ആ ഒരു ഫലമായിരിക്കും അത്. ഈ മൂന്നാലൊരു നിലക്ക് ഉത്തരം ലഭിക്കുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം